സ്റ്റാലിനിസ്റ്റ് എന്നറിയപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അടിച്ചമർത്തലാണ് അവരുടെ ലക്ഷ്യം. അതിൽ ഒരാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി. പക്ഷേ ഇപ്പോൾ പിണറായി ജീവിച്ചിരിക്കുന്നു. അപ്പോൾ എത്ര കോടാനുകോടി രൂപയുടെ ഡോളറുകളുടെ കണക്കിന് ആയുധം വയ്ക്കാൻ പറ്റുകയാണ്. എനിക്കിഷ്ടമുള്ള ആളൊരു തെറ്റ് ചെയ്യുമ്പോൾ ശരി അതിനെ മിണ്ടാതിരിക്കുകയും അല്ല കണ്ണടക്കുകയും അത് ശരിയെന്ന് ബാധിക്കുകയും അവർക്കാർക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കൂടുതൽ അളവിൽ മാനദണ്ഡത്തിൽ ശക്തി കുറവ് ഇവർക്കാണ്. സ്റ്റാലിനാണ് ആ കാര്യത്തിൽ ക്രൂരൻ, അങ്ങേയറ്റത്തിന് ക്രൂരൻ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വീണ്ടും അവതാരങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ ഭഗവത്ഗീതയിലെ വരികൾ അർത്ഥമാക്കുന്നത്. പക്ഷേ ധർമ്മത്തെ ഇല്ലാതാക്കാനായിട്ട് അവതാരങ്ങൾ ലോകത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യം ഉണ്ടാകാനായിട്ടൊരു കാരണമുണ്ട്. CPIയുടെ മുഖപത്രമായിട്ടുള്ള ജനയുഗം, അതിലൊരു ആർട്ടിക്കിള് വന്നിരിക്കുകയാണ്. അതിൽ സ്റ്റാലിനെ ഭയങ്കരമായിട്ട് ലോകത്തെ ആളുകളെ കൊന്ന ഘാതകനായിട്ടുള്ളൊരു ചക്രവർത്തിയാണ് ഇവിടുത്തെ കേരളത്തിലെ കുറേയധികം ആളുകളുടെ അഭിമാന കഞ്ചുകമായിട്ടുള്ള സ്റ്റാലിൻ എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ സ്റ്റാലിനാണോ ഹിറ്റ്ലറാണോ ക്രൂരൻ? ഈ ക്രൂരതയിൽ ആർക്ക് നമുക്ക് മികച്ച മാർക്ക് കൊടുക്കാം? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ആ കുറിപ്പ് അജിത് കോളാടി എഴുതിയ ലേഖനത്തിലുള്ളതാണ്. ഇന്നത്തെ ജനകത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണത്. അതിൽ പറയുന്നത് കുറേ പഴയകാലം തൊട്ടറിയാവുന്ന ചരിത്രത്തിൽ ഓർമ്മയിൽ നിൽക്കുന്ന കൊടിയ കുറ്റവാളികളിൽ തന്നെ പറയാം. ഇപ്പം നമുക്ക് ക്രൂരന്മാരെന്നും പറയാം. അവരന്നത്തെ കാലത്ത് രാജാക്കന്മാരായിരുന്നു, അതുകൊണ്ട് നമുക്ക് മിണ്ടാൻ പറ്റില്ല. ചെങ്കിസ് ഖാൻ തൊട്ടിക്കൊണ്ട് പലരുടെ പേര് പറയുന്നുണ്ട്. അവസാനം അത് നെതന്യാഹു, ട്രംപ് തുടങ്ങിയവരെല്ലാം പറയുന്നു. ആ കൂട്ടത്തിൽ പലരുടെ പേര് പറയുന്ന കൂട്ടത്തിലാണ് സ്റ്റാലിൻ്റെ പേര് പറയുന്നത്. സ്റ്റാലിൻ്റെ പേര് ജനകത്തിലാണ് പറഞ്ഞതുകൊണ്ടും അജിത് കോളാടിയാണ് പറഞ്ഞതുകൊണ്ടും വേറെ തരത്തിലും കൂടെ നമുക്ക് വേണം വ്യാഖ്യാനിക്കാം. ഇന്ന് സ്റ്റാലിനിസത്തെ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെ സ്റ്റാലിനിസ്റ്റ് എന്ന് വിളി കേൾക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരുണ്ട്. അതിൽ ഒരാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി. പക്ഷേ ഇപ്പോൾ പിണറായി ജീവിച്ചിരിപ്പുണ്ട്. സ്റ്റാലിനിസ്റ്റ് എന്നറിയപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അടിച്ചമർത്തലാണ് അവരുടെ ലക്ഷ്യം. ആരാണ് അധികാരത്തെ അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കേണ്ടി വരുന്നത്? അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെങ്കിസ് ഖാൻ ലോകരാജ്യങ്ങൾ കീഴടക്കാനായിട്ട് പോന്നിരുന്നത്. ആ യുദ്ധത്തിലാണ് അടിച്ചമർത്തലുണ്ടായത്. തന്നെ എതിർത്ത എല്ലാവരെയും ക്രൂരമായി തന്നെ എതിർത്തു. ഇപ്പം ആ കമ്പാരിസണിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അജിത് കോളാടി കൊണ്ടുവന്നിരിക്കുന്ന പേരുകൾ, പക്ഷേ അയാൾ അങ്ങേര് വളരെ സമർത്ഥമായിട്ടൊരു കാര്യം വിട്ടുപോയി. ഏറ്റവും വലിയ ഈ നൂറ്റാണ്ടിലെ എന്ന് പറയാവുന്ന ഏറ്റവും ക്രൂരമായ അടിച്ചമർത്തൽ നടന്ന രാജ്യത്തിൻ്റെ പേരോ ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ അടുത്ത് പറയുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ചൈനയെക്കുറിച്ചാണ്. ചൈനയെക്കുറിച്ച് പറയുന്നില്ല. കാരണം ചൈനയിൽ ഞാൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ടിയാൻമെൻ സ്ക്വയർ ഡെങ് സിയാവോപ്പിക്ക് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് ചൈനയിലുണ്ടായിരിക്കുന്നത്. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേവലം മുദ്രാവാക്യം വിളിച്ച് മാത്രം സമരം ചെയ്ത ടിയാൻമെൻ സ്ക്വയറിൽ സമരം ചെയ്ത പിള്ളേരെ നേരിട്ടത് യുദ്ധ ടാങ്കുകൾ കയറ്റിയാണ്, ഇവരുടെ ദേഹത്തൂടെ കയറ്റിവിട്ടാണ് നേരിട്ടത്. അത്രയും ക്രൂരമായ ഒരു അടിച്ചമർത്തൽ ഇസ്രായേലൊന്നും ചെയ്തിട്ടില്ല. ഇസ്രായേൽ ഇതിൻ്റെ 10 ഇരട്ടി സ്വന്തം കുട്ടികളുടെ ഒരു തർക്കമില്ല. ഇവരുടെ മുദ്രാവാക്യം വിളിക്കാൻ വന്ന പിള്ളേരുടെ മേൽ മറ്റേ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന് ന്യായം പറയാം. ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ ഈ പിള്ളേരെ കൊല്ലുകയത് ടിയാൻമെൻ സ്ക്വയറിൽ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറയേണ്ടത് തിന്മ പുനഃസ്ഥാപിക്കാൻ മാത്രമല്ല, തിന്മയെ ശക്തിപ്പെടുത്താനും ഓരോ കാലങ്ങളിൽ ഓരോ അവതാരങ്ങളുണ്ടാകും. പക്ഷെ അത്തരം തിന്മകളെ ഇല്ലാതാക്കാനുള്ള നന്മയുടെ അവതാരങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല. പക്ഷേ കുറേ തിന്മകൾ എപ്പോഴും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ജനകത്തിലായതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പിണറായി വിജയൻ മോശമായിരുന്നു. അതായത് തിന്മയാണ് റൂൾ ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നത്. തിന്മകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ലോക ഛത്രാധിപന്മാരാണ് അല്ലെങ്കിൽ ലോക നേതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഡൊണാൾഡ് ട്രംപ് തിന്മയുടെ ഒരു വലിയ പ്രതീകമാണ്. നെതന്യാഹുവിനെ വേണമെങ്കിൽ തിന്മയുടെ ഒരു വലിയ പ്രതീകമാണെന്ന് പറയാം. ചൈന ഭരണാധികാരി അവരെ പറ്റി പറയുന്നത് ലീ ജിൻപിങ്, ഇദ്ദേഹം പറയണ്ട, നമുക്ക് പറയാം.
സി ജിൻപിങ് തിന്മയുടെ വലിയൊരു പ്രതീകമാണ്. അതുപോലെ വലിയ വലിയ നേതാക്കൾ തിന്മയുടെ പ്രതീകമായിട്ട് ലോകത്തുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഇതിലിപ്പം ചെങ്കിസ് ഖാനെ കുറിച്ച് ഈ ജനയുഗത്തിലെ ആർട്ടിക്കിളിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന കുറേയധികം പേരുണ്ട്. അതിൽ ഏതാനും വരികളൊന്ന് വായിക്കാം. പ്രവാചകന്മാരും ഗാന്ധിജിയും മണ്ടേലയും മറ്റും മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ലോകത്തിലെ ഘാതക ചക്രവർത്തിമാരിൽ അഗ്രാസനാർഹരാണ് ചെങ്കിസ് ഖാൻ, ലിയോപോൾഡ് രണ്ടാമൻ, പോൾ പോട്ട്, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, കിം ഇൽ സങ്, അതെ, തുടങ്ങിയ ആളുകൾ. ഇപ്പം ഇവർ മാത്രമാണോ ഇതിനകത്ത്? ചൈനയിലെ ആരുടെ പേരാ ഉള്ളത് ഇതിനകത്ത്? ഞാനത് ആദ്യം തന്നെ താങ്കളോട് ചോദിച്ചു. ചൈനയെ ഇദ്ദേഹം പൂർണ്ണമായിട്ട് വീഴ്ചിരിക്കുക. നമ്മളൊരു ഇതിലെ വീഴ്ച അതാണ്, ഈ ആർട്ടിക്കിളിലെ വീഴ്ച അതാണ്. ചൈന ഉപേക്ഷിച്ചു. ചൈന അത് അതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഈ സെലക്റ്റീവായിട്ട് നമ്മൾ ജഡ്ജ്മെൻറ്റിന് പോയാൽ എനിക്ക് ഇഷ്ടമുള്ള ആൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ശരി അതിനെ മിണ്ടാതിരിക്കുകയും അല്ല കണ്ണടക്കുകയും അത് ശരിയെന്ന് ബാധിക്കുകയും, മറുവശത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അത്തരം തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ക്രൂരമായി വിമർശിക്കുകയും ചെയ്യുക. അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലി തന്നെയാണ്. ഇവിടെ സ്റ്റാലിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെ മോശക്കാരനല്ല ലെനിൻ മോശക്കാരൻ. അതിന് ഒത്തിരി ഉദാഹരണം പറയാനുണ്ട്. സ്റ്റാലിൻ്റെ മകള് സെറ്റിലിന പേര് ഞാൻ മറന്നുപോയി. ഒരു ദിവസം അച്ഛനും മകളായിട്ടുള്ള സംഭാഷണമുണ്ട്. അപ്പോൾ സ്റ്റാലിൻ ചോദിക്കും, മകളോട് ചോദിക്കും, മോളെ നമ്മുടെ ഭരണത്തിൽ ജനങ്ങളെല്ലാം സംതൃപ്തരല്ലേ, സന്തോഷവാന്മാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, പക്ഷേ അവരെല്ലാം സന്തോഷവാന്മാരാണ്, അവർക്ക് വേണ്ട റൊട്ടിയും പാലും അങ്ങനെയുള്ള സാധനം റേഷനും ഉണ്ട് സമൃദ്ധമായിട്ട് കിട്ടുന്നുണ്ട്, അവരുടെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിക്കുന്നു, അവർക്കാർക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കം നിഷേധിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു സ്റ്റാലിൻ്റെ കാലത്ത് റഷ്യൻ ജനത. അതിൻ്റെ കാരണം തൊട്ടടുത്ത വീട്ടിൽ ഏത് സമയത്ത് സംശയം തോന്നിയാൽ സ്റ്റാലിനെതിരാണെന്ന് സംശയം തോന്നിയാൽ അപ്പോഴേ റഷ്യൻ പട്ടാളം വരികയും ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ കണ്ടാണ് ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന. അങ്ങനെയാണ്, പട്ടാളത്തിൻ്റെ ബൂട്ടിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ പേടിക്കും. അതാണ് ഉറക്കം ഇല്ലാത്ത രാവുകൾ. റഷ്യക്കാരുടെ രാത്രി അങ്ങനെയായിരുന്നു. അതാണ് സ്റ്റാലിൻ്റെ കോൺട്രിബ്യൂഷൻ. ആ സ്റ്റാലിനെയാണ് ഉറക്കമില്ലാത്ത രാത്രികൾ നമുക്കും സംഭാവന ചെയ്യാൻ ശ്രമിച്ച സ്റ്റാലിനെ പോലുള്ള ഭരണാധികാരികൾ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ കൊടുത്തു. എങ്ങനെയാണ് നന്ദകുമാറിനെ ഒന്ന് അറസ്റ്റ് കൊണ്ടുപോയി? പാതിരാത്രിക്കാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെ അറസ്റ്റ് ചെയ്ത്? പാതിരാത്രിക്കാണ് ഇല്ലെന്ന് അല്ലേ, അടൂരിയില്ലെന്ന്, വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ രാത്രി നീതി നടപ്പാക്കാൻ അധികാരത്തിൻ്റെ യമദണ്ഡുമായിട്ട് രാത്രിയിൽ നടക്കുന്ന നേതാക്കന്മാർ, അത് സ്റ്റാലിൻ്റെ തുല്യം തന്നെ അവർ. അപ്പോൾ സ്റ്റാലിനിസത്തെ നമ്മൾ തള്ളിപ്പറയുമ്പോൾ സ്റ്റാലിൻ്റെ പ്രതീകങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട് ഇഷ്ടംപോലെ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങളിലേക്ക് താങ്കൾ വന്നില്ല. നമ്മൾ ക്രൂരതയുടെ ബേസിലൊന്ന് മാർക്കിടുകയാണെങ്കിൽ സ്റ്റാലിൻ ഉണ്ട്, ഹിറ്റ്ലർ ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ ചില കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ വീഴ്ച എന്ന് പറയുന്നത് ഇവർ ഈ ഹിറ്റ്ലർ ചെയ്ത ഹോളോകോസ്റ്റിനെ കുറിച്ചും നാസി ജർമ്മനി ചെയ്ത വൃത്തികേടുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനൊക്കെ ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. പക്ഷേ സോവിയറ്റ് റഷ്യയിൽ നടന്ന കൂട്ടക്കുരുതികളെ പറ്റിയിട്ട്, ഗ്രേറ്റ് പർജിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള തോന്നിവാസങ്ങളെ പറ്റിയിട്ട് ഇന്നിപ്പം ആരാണ് RSSൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കാറുണ്ടല്ലോ സ്ഥിരമായിട്ട്. അതിൽ 3 കൂട്ടരെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാറുണ്ട് വിമർശിക്കുന്ന ആളുകൾ. ഇതിലും ഭീകരമായ രീതിയിൽ സോവിയറ്റ് റഷ്യയിൽ ആഭ്യന്തര ശത്രുക്കളെ സ്റ്റാലിൻ കണ്ടിരുന്നില്ലേ? സ്റ്റാലിന് ഒരുപാട് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ടായിരുന്നു, നിരവധിയായിട്ടുള്ള ആഭ്യന്തര ശത്രുക്കൾ സ്റ്റാലിന്. ഈ ആഭ്യന്തര ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കുകയായിരുന്നു. അവിടെ ഡിറ്റൻഷൻ ക്യാമ്പുകൾ ഉണ്ടായിട്ടുണ്ട്, എത്നിക് ബേസിൽ ആളുകളെ ക്ലീൻസിങ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ, അഭിപ്രായം പറയുന്ന ആർട്ടിസ്റ്റുകൾ അവിടുന്ന് പലായനം ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിൽ പല ആളുകൾക്കും മരണപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ തൻ്റെ രാഷ്ട്രത്തിൽ ആഭ്യന്തര ശത്രുക്കളെ കണ്ടിട്ടുള്ള ഒരാളാണ് ആര്? ഈ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള സ്റ്റാലിൻ എന്ന് പറയുന്നത്. അതിന് ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട്, കഥയല്ല നടന്ന സംഭവം എന്നും പറയുന്നുണ്ട്. സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയേക്കാൾ കൂടുതൽ സെൻട്രൽ കൗൺസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേജിലൊക്കെ പട്ടാളക്കാർ നേരെ പുറകിലുണ്ട്, കാവൽക്കാരായിട്ടുണ്ട്. ഇപ്പോൾ 2 പട്ടാളക്കാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങളെ വധിക്കാൻ ഗൂഢാലോചനയുണ്ട്.
അത് ഇന്നോ ഏതെങ്കിലും സമയത്ത് വധിക്കാൻ കൊലയാളികൾ നിങ്ങളുടെ തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ സ്റ്റാലിൻ അത് ഇവർ കേട്ട ഭാവം നടിക്കാതെ വീണ്ടും പ്രസംഗം തുടരുകയാണ്. വീണ്ടും ഇവർ ചെന്ന് പറയും, നിങ്ങൾ അപകടം അടുത്തുണ്ട്, ഇവിടുന്ന് ഉടനെ പോകണം. ഇയാൾ പ്രസംഗം നടത്തുന്നില്ല. കഴിഞ്ഞ് 3-4 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാരോട് സ്റ്റാലിൻ പറഞ്ഞു, ഇത് 5ാമതിരിക്കുന്ന ബെഞ്ചിൽ 3ാമത്തെ സീറ്റിലിരിക്കുന്നവനെങ്കിൽ പിടിച്ചോളാൻ പറഞ്ഞു. 5ാമത്തെ ബെഞ്ചിൽ 3ാമത്തെ സീറ്റിലിരിക്കുന്നവനെങ്കിൽ പിടിച്ചോളാൻ പറഞ്ഞു. ആ 3ാമത്തെ സീറ്റിലേക്ക് പിടിച്ചപ്പോൾ അവൻ തൂക്കുമായിട്ട് അവൻ്റെ ഓവർകോട്ടിൻ്റെ സൈഡിൽ കൂടെ തൂക്കും നീട്ടിപ്പിച്ചിരിക്കുകയാണ്. അവനെ പിടിച്ചു. അപ്പോൾ പട്ടാളക്കാർക്കെല്ലാം സ്റ്റാലിൻ്റെ മിടുക്ക് സാമർഥ്യം, അത്രയും പേരുടെ ഇടയിൽ നിന്നും കൊലയാളി എങ്ങനെ പിടിച്ചു എന്നുള്ളതാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പിടിച്ചു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവസാനം സ്റ്റാലിൻ പറഞ്ഞു, ഒരു വാചകം ഓർത്തിരിക്കുക, അത് പിണറായി വിജയൻ ഓർത്തിരിക്കുക, എനിമീസ് ഓഫ് റവല്യൂഷൻ വിൽ നെവർ സ്ലീപ്പ്. ആ ഹോളിൽ ഉറങ്ങാതിരുന്ന ഒറ്റയാളേ ഉള്ളൂ. സ്റ്റാലിൻ്റെ പ്രസംഗം ഉറങ്ങാതിരുന്ന് കേട്ട ഒറ്റയാളേ ഉള്ളൂ. ആരാ? ഈ കൊല്ലാൻ വന്നവനാ. മറ്റവർക്കെല്ലാം സ്റ്റാലിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ കൈയടിച്ചാൽ മാത്രം മതി, എതിരൊന്നും പറയണ്ട. ഇവൻ കൊല്ലാൻ വന്നവനാണ്, ഇവൻ ഉറങ്ങാതിരുന്നു. അതാണ് എനിമീസ് ഓഫ് റവല്യൂഷൻ. സ്റ്റാലിനെ എതിർക്കുന്നവരെല്ലാം വിപ്ലവത്തിൻ്റെ ശത്രുക്കൾ, കൊന്നൊടുക്കുക എന്നുള്ള പോളിസിയായിരുന്നു. എനിമീസ് ഓഫ് റവല്യൂഷൻ വിൽ നെവർ സ്ലീപ്പ് എന്ന് സ്റ്റാലിൻ പറഞ്ഞ് ആളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിടിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അന്ധമായി ഒരു രാഷ്ട്രീയ സംസ്കാരം, അടിച്ചമർത്തലിൻ്റെ സംസ്കാരം അതുണ്ടാക്കണമെങ്കിൽ ഭയത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നാണ് ഉണ്ടാകുക. ഭയപ്പെടുത്തി മാത്രമേ ഇപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും മനുഷ്യരെ ഭയപ്പെടുത്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കൾച്ചറിലേക്ക് പോകുമ്പോൾ സ്റ്റാലിനും ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഭരണാധികാരികളുടെ കമ്പയർ ചെയ്താൽ പിണറായി വിജയൻ ഒട്ടും മോശക്കാരനല്ല. ഇപ്പോൾ മോഡിയെപ്പറ്റി നമുക്ക് പറയാം, ഗുജറാത്തിലെ കലാപത്തെ പറ്റി പറയാം. പക്ഷേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കലാപത്തെ അടിച്ചമർത്താൻ നോക്കുക, അതിന് ശേഷം പിന്നെ കേട്ടിട്ടുണ്ടോ? മോഡിക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സ്റ്റാലിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിൽ വന്ന ശേഷം ഈ കൊലപാതകം തുടരുക. മോഡി ഇപ്പോൾ പറയാൻ പറ്റുമോ? ഞാൻ മോഡി അനുകൂലിക്കുന്ന ആളല്ല. പക്ഷേ മോഡിയുടെ കാര്യത്തിൽ പറയാൻ ഇപ്പം മോഡി അങ്ങനെ അടിച്ചമർത്താനോ കൊല്ലാനോ ഇല്ല. അവിടെ അത് നമ്മൾ ഈ ചെങ്കിസ് ഖാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഔറംഗസീബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്റ്റാലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഹിറ്റ്ലറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അങ്ങനെ പോട്ടെ, അങ്ങനെയുള്ള ലോകത്ത് ഏകാധിപതികളായിട്ടുള്ള വൃത്തികേടുകൾ കാണിച്ചിട്ടുള്ള കുറേയധികം നേതാക്കളെ വെച്ചിട്ട് മോദിയുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മോദി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചപാവമാണ്. പക്ഷേ എഴുതി അജിത് കൊവാടിക്കൊക്കെ മോഡി ആ കൂട്ടത്തിലേക്ക് പെടുത്താൻ താല്പര്യം കാണും. അതാണ് രാഷ്ട്രീയ താല്പര്യം. അത് പോട്ടെ. പക്ഷെ മോഡി നല്ലവനാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മോഡി ഇവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മോഡി വളരെ ഭേദം തമ്മിൽ ഭേദം. ഇസ്രായേലിലെ കൊലപാതക എന്നാണ് പറയുന്നത്. പക്ഷെ ഒന്ന് മറിച്ചാലോചിക്കുക, ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളവർ, ഏറ്റവും അജിത് കൊവാടി പറയേണ്ട ഒരു ഉത്തരവുണ്ട്, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട് കൊന്ന ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ അത് ജൂതന്മാരാണ്. ജർമ്മനി ഉൾപ്പെടെ യൂറോപ്പ് ഉൾപ്പെടെ അവരെ വേട്ടയാടുകയായിരുന്നു. അവരെ കൊന്നുപിടിക്കുക ആരാ? അപ്പോൾ അവർക്ക് ആ പക അവരുടെ മനസ്സിൽ കാണും. ഏതെങ്കിലും സമയത്ത് തിരിച്ചടിക്കും, ഉറപ്പല്ലേ? ഇവിടുന്ന് ഭഗത് സിംഗും ലണ്ടനിൽ പോയി കൊല്ലാൻ പോയില്ലേ? ഇവിടെ വന്ന് വെടിവെച്ച് സാധാരണക്കാരെ വെടിവെച്ച് കൊന്നതിനെ കൊല്ലാൻ അങ്ങ് പോയി. ഇപ്പോൾ ജൂതന്മാരുടെ മനസ്സിലും പകയുണ്ട്, അതുപോലെ അപ്പോൾ മുസ്ലിംസിൻ്റെ മനസ്സിലും പകയുണ്ട്. ഈ പക തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. അത് തീർക്കണമെങ്കിൽ അവിടെ ഗാന്ധിയുടെ കൂട്ട് സമാധാനത്തിൻ്റെ മാത്രം ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയുന്ന, സ്വന്തം ഹൃദയത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ഗാന്ധിയെപ്പോലുള്ള ലോക നേതൃത്വം വേണം. ഇന്ന് ലോകത്ത് അങ്ങനത്തെ ഒരു ലീഡർഷിപ്പില്ല. അത് ഒരു പരിധിവരെ ഇന്ത്യക്ക് സാധിക്കുന്നതായിരുന്നു. പക്ഷെ ഇന്ത്യ ആ റോളിലേക്ക് പോയില്ല. ഇന്ത്യ പലരെയും ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്, ഏതാണ് ഇഷ്ടപ്പെടേണ്ട സംശയം നിന്നു. പക്ഷേ ഏത് പരിസ്ഥിതിയിലും സാംസ്കാരികമായി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോകാത്തൊരു രാജ്യം ഇന്ത്യ. അത് മോഡി ഭരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോഴും നെഹ്റു ഭരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ ഒരു കൾച്ചറുള്ള രാജ്യത്തിന് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ പറ്റും. ബാക്കി രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്, മതങ്ങളുടെ പേര് യുദ്ധം നടന്നിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ മതങ്ങളുണ്ടല്ലേ? അടുത്ത കാലത്ത് എവിടെയെങ്കിലും യുദ്ധം നടന്നിട്ടുണ്ടോ? അധികാരം പിടിച്ചെടുക്കാൻ യുദ്ധം നടന്നിട്ടില്ല. തർക്കങ്ങളുണ്ടാവും, വസ്തു തർക്കം ഉണ്ടാവും, പള്ളി തർക്കം ഉണ്ടാവും, പല തർക്കങ്ങളുണ്ട്. പക്ഷെ മറിച്ച് യുദ്ധങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഇന്നും പണ്ട് മാലദ്വീപിലെ സൈനിക മേധാവിയെ കൊന്നുകളഞ്ഞു ഭീകരർ. മാലദ്വീപിലെ കുറേ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്ന് ലാസ്റ്റ് നടന്ന സംഭവമാണ്. അപ്പം മറ്റെല്ലാ രാജ്യങ്ങളിലും പട്ടാള ഭരണമുണ്ടെങ്കിൽ മറ്റ് തത്വശാസ്ത്രത്തെ പിന്തുടരുന്നുണ്ടെങ്കിൽ അങ്ങനെ. നമ്മുടെ ഈ ഒരു ചർച്ച ജനയുഗത്തിൽ വന്ന ഈ അജിത് കോളാടി എഴുതിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ തലവാചകം എനിക്ക് ശരിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൽ പറയുന്നത്, അതിരില്ലാത്ത അറിവില്ലായ്മയ്ക്ക് പ്രണാമം,
എന്നാണ് അതിന്റെ ക്യാപ്ഷൻ. വളരെ രസമുള്ള ക്യാപ്ഷനാണ്. അതിലില്ലാത്ത അറിവില്ലായ്മയ്ക്ക് പ്രണാമം. ആ അറിവില്ലായ്മയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചതിനിടയ്ക്ക് പറഞ്ഞത്. എനിമീസ് ഓഫ് റവല്യൂഷൻ വിൽ നെവർ സ്ലീപ്പ്. അവരൊന്നും കേൾക്കുന്നില്ല, അറിയുന്നില്ല. അറിവില്ലായ്മയാണ് അവൻ്റെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടിസ്ഥാന ലക്ഷണമായിട്ട് അറിവില്ലായ്മ, ചോദ്യം ചെയ്യാൻ കഴിവില്ലാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം. അറിവില്ലാത്തവൻ അവനൊന്നും അറിയണ്ട. അറിവുള്ളവൻ ബോധമുള്ളവൻ ശത്രുവിനെ കൊല്ലാൻ നിൽക്കുക. അറിവില്ലാത്തവൻ്റെ കാര്യമാണ് പറയുന്നത്. അറിവില്ലാത്തവനെ കൊണ്ടാണ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ മോഡിയെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ കുറേ പേരെങ്കിലും. അവിടെ കുറേ നാളത്തേക്കെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ. ഇത്ര കാലത്ത് സാധിച്ചല്ലോ. അത് മറിച്ച് ഒരു മോഡിയുടെ സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നിരിക്കും പറയാമോ? പിണറായി വിജയൻ മോഡിയുടെ സ്ഥാനത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇതേ സ്വഭാവമുള്ള പിണറായി വിജയൻ എങ്ങനെയിരിക്കും? ദൗർഭാഗ്യവശാൽ അത് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അല്ല, ഭാഗ്യവശാൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. സങ്കല്പിച്ച് നോക്കാം. പിണറായി വിജയൻ്റെ ഈ സ്വഭാവ വിശേഷങ്ങളോടെ വീണാ വിജയനും വിവേക് വിജയനും മറ്റേ രാജേഷും ബാലഗോപാലും എല്ലാം കൂടെ ചേർന്ന്, ഇവിടെ വീണ ജോർജും ഒക്കെ കൂടെ ചേർന്ന്, ഒന്നും വേണ്ട, പിണറായി വിജയനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ആയത്തുള്ള അലി ഖമേനിയെ പോലുള്ള സ്വഭാവമുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ, ഔറംഗസീബിന്റെ സ്വഭാവമുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അത് ആ കാഴ്ചപ്പാട് വേണം നമ്മൾ കാണാൻ. അപ്പം അത്തരം സാഹചര്യങ്ങളിലേക്ക് രാജ്യം വഴിതെറ്റിപ്പോകാതെ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യയെ നിലനിർത്തുക എന്നുള്ള ചുമതലയാണ് നമുക്കുള്ളത്. ആ ജനാധിപത്യ രാജ്യമായിട്ട് നിലനിർത്തുന്നതിനെ ഇഷ്ടപ്പെടാതെ സ്റ്റാലിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടില്ല. കാരണം അവരെ ചോദ്യം ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല. ഏറ്റവും വലിയ പ്രശ്നം ചോദ്യം ചെയ്യാൻ. ഞാൻ വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരികയായിരുന്നു. താങ്കൾ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയണം. ഹിറ്റ്ലറിനെയും സ്റ്റാലിനെയും ക്രൂരതയുടെ ബേസിൽ നമ്മളൊന്ന് മാർക്കിടുകയാണെങ്കിൽ ആരായിരിക്കും നല്ല കുട്ടി, നല്ലോണം പഠിക്കുന്ന, ക്രൂരതയിൽ നല്ല പ്രാഗൽഭ്യം നേടിയ കുട്ടി ആരായിരിക്കും? സ്റ്റാലിൻ തന്നെയായിരിക്കും. കാരണം സ്റ്റാലിൻ ഒരു ത്രെഡ് പെർസെപ്ഷൻ അല്ല, നിരപരാധികളെ വന്നു കൊടുക്കുന്നത്. ഹിറ്റ്ലർ സംശയത്തിൻ്റെ നിഴലിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഇവർ നമുക്കെതിരാണ്, എതിരുള്ള ജൂയിഷ് ജനറൽമാരുണ്ട്, ഏറ്റവും മിടുക്കന്മാർ, അല്ലെ ബ്രിട്ടീഷ് ജനറൽമാരുണ്ട്. അവർ അവരുടെ കുടുംബത്തെ കൊന്നൊടുക്കാൻ നോക്കുന്നതും സ്വന്തം അടിമകളെപ്പോലെ താമസിക്കുന്ന ഒരു പാവം പിടിച്ച കർഷകനെ കൊന്നൊടുക്കാൻ നോക്കുന്നതും രണ്ടും രണ്ടാണ്. അത് ചെയ്തിരിക്കുന്ന സ്റ്റാലിനാണ്. ഇപ്പോൾ ടിയാൻമെൻ സ്ക്വയറിലെ ഞാൻ പറഞ്ഞ പോലെ അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്. ടാങ്ക് കയറ്റി കൊച്ചുപിള്ളേരുടെ നേരെ വിട്ടത്. അതാ പറയാം. അപ്പം ക്രൂരതയുടെ അളവ് പോലെ എടുത്താൽ മാനദണ്ഡം ഇടുന്ന മറ്റേ തീവ്രതയുടെ മാനദണ്ഡം എടുത്ത് അളന്നില്ല, അതുപോലെ അളവ് വെച്ച് ക്രൂരത അളക്കാൻ പറ്റുമെങ്കിൽ ശക്തി കുറഞ്ഞ പീഡനം നടത്തുന്നത് ഹിറ്റ്ലർ. ക്രൂരതയുടെ അളവിന് നമുക്കൊരു ശ്രീമതി ടീച്ചറിൻ്റെ കയ്യിലുള്ള അളവ് പോലൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ക്രൂരതയുടെ അളവിൽ മാനദണ്ഡത്തിൽ ശക്തി കുറവ് ഇവർക്കാണ്. സ്റ്റാലിനാണ് ആ കാര്യത്തിൽ ക്രൂരൻ, അങ്ങേയറ്റത്ത് നിൽക്കും ക്രൂരതയുടെ. ഓക്കെ, പുതിയ കാലത്തെ ക്രൂരന്മാരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നെതന്യാഹു കടന്നു വരും അല്ലേ? നെതന്യാഹു കടന്നു വരുന്ന നെതന്യാഹു ആദ്യം ഈ ലാസ്റ്റ് ഉണ്ടായപ്പോൾ ഒക്ടോബർ 27 ആരാ എങ്ങോട്ട് ആക്രമിച്ചു, എത്ര പേര് മരിച്ചു? ഇപ്പുറത്തെ കണക്ക് എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇന്ത്യയിലായതുകൊണ്ട് ആ കണക്ക് വരാത്തത്. ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്രയാണെന്ന് അതിൻ്റെ അകത്ത് കുട്ടികളുണ്ടായിരുന്നില്ല. കുട്ടികളെ ആരും കൊന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. ആയുധം കൊണ്ട് ഇത് അധികാരം നേടാൻ നിലനിർത്താമെന്ന് വിചാരിക്കുന്ന എല്ലാ രാജ്യങ്ങളും മണ്ടന്മാരാണ്. അതെല്ലാം തകർന്നിട്ടില്ലേ? ഓരോ ക്രമത്തിൽ തകർന്നിട്ടില്ലേ ആയുധശക്തി കൊണ്ട്? ഇപ്പോൾ ഇസ്രായേൽ രൂപീകരിച്ചിട്ട് 6 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ 8-9 രാഷ്ട്രം ചേർന്ന ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇസ്രായേലിൻ്റെ വിമാനമല്ലേ തട്ടിക്കൊണ്ടുപോയി നൈറോബിയിലേക്ക് കൊണ്ടുപോയത്. പിള്ളേരും എല്ലാ യാത്രക്കാരും പട്ടാളക്കാരും ഒക്കെ ഉണ്ടായിരുന്ന വിമാനം NNB വിമാനത്താവളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. ഇതൊക്കെ സഹിക്കുന്ന ഒരു രാജ്യമുണ്ട് ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഏറ്റവും കേരളത്തിന് അത്ര ഇല്ല. എന്നിട്ടും പറഞ്ഞ ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും ഭീകര സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ വ്യക്തിപരമായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് അത്തരം ശരികളുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ തന്ത്രപരമായി ചെയ്യുന്ന കാര്യം ശരിയാണെന്നുള്ളതല്ല. മാനുഷികമായിട്ട് എടുക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ചില ശരികളുണ്ട്. പക്ഷേ അവർക്ക് ഇല്ലാതെ പോകുന്ന ആ മനുഷ്യത്വം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ ലോകത്തിന് മാതൃകയാകാൻ പറ്റുന്ന രാജ്യമായിരുന്നു. ഇറാനോട് ഇസ്രായേൽ കാണിച്ചതും മാനുഷികപരമായ ഒരു സംഗതിയാണോ? അവിടെ നിങ്ങൾ ഇറാനോട് ഇസ്രായേൽ കാണിച്ചു, ഇറാൻ ഇസ്രായേലിനോട് കാണിച്ചിരുന്നു. അവിടെ പോയി തോക്കും കൊണ്ട് വെടിവെക്കുന്നതിനെല്ലാം തോക്ക് കൊടുത്തു വിട്ടുന്ന ഇസ്രായേലിനോട് ഇറാൻ കാണിച്ചുകൊണ്ടിരുന്നതന്നെ. നിങ്ങൾ ഇറാനോട് ഇസ്രായേൽ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ ഇസ്രായേലിനോടും കാണിക്കുന്നില്ലേ? ഇനി ആരാ ആദ്യം ചെയ്യുന്ന ചോദ്യം തർക്കമുണ്ടാകും. ആരാദ്യം ചെയ്ത് എവിടെയെങ്കിലും ആരെങ്കിലും തുടങ്ങിക്കാണും. പ്രകോപനം ആരുണ്ടാക്കിയത് ആരാണ്? അതെന്നാ? അപ്പോൾ ചരിത്രത്തിൻ്റെ അങ്ങേറ്റം പോകും. 2000 വർഷം പുറകോട്ട് പോകും.
യേശുക്രിസ്തുവൊക്കെ ഉണ്ടായിരുന്ന മുഹമ്മദ് നബിയൊക്കെ ഉണ്ടായി വന്ന കാലത്തേക്ക് പോകും പ്രവചനത്തിൻ്റെ ചരിത്രം. അത്രയും അത്രയും പുറകോട്ട് നമുക്ക് തെറ്റിരുത്താൻ പറ്റുമോ? സെക്കൻഡ് വേൾഡ് വാറിൽ പ്രകോപനം ആരാ ഉണ്ടാക്കി പറയാൻ പറ്റുമോ? അത്ര ആയിരങ്ങൾ ലക്ഷങ്ങൾ മരിച്ചു, ഇന്ത്യക്കാരുൾപ്പെടെ. ഇപ്പോൾ പഴയകാല ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്താൻ നമുക്ക് പറ്റില്ല, ശിക്ഷിക്കാൻ പറ്റില്ല കുറ്റവാളികളെ. മറിച്ച് ഒരു 10, 50, 100 വർഷം വെച്ചിട്ട് അവിടെ വെച്ചൊരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെ താങ്കൾ പറഞ്ഞ അത് വളരെ ഡെഫിനിഷനാണ്. ക്രൂരത ഇന്ന് ഭരണാധികാരികളുടെയും എന്തിന് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വരെ അടയാളമായിട്ട് മാറിയിരിക്കുന്നു, വികാരമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം തത്വങ്ങൾക്കെതിരായി അല്ലെ സ്വന്തം നയത്തിനെതിരായി നേതാക്കന്മാർക്കെതിരായി സംസാരിച്ചതിൻ്റെ പേരിൽ TP ചന്ദ്രശേഖരനെ 52 വെട്ടി കൊല്ലാൻ തീരുമാനിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയായിരുന്നു, അതിൻ്റെ തലവനായിരുന്നു, അത് വ്യാഖ്യാനിച്ച ആളായിരുന്നു ജോസഫ് സ്റ്റാലിൻ. അപ്പോൾ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്തുടർച്ചയാണ് TP ചന്ദ്രശേഖരൻ്റെ പെടലിൽ വീണ വാളും. എന്തായാലും അജിത് കോളാടിയുടെ ലേഖനത്തിന് പല പോരായ്മകളുണ്ടെങ്കിലും അതിൽ കുറേയധികം വാസ്തവങ്ങളും സത്യങ്ങളും പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. അതെ, അവസരം ഉണ്ടാക്കി തന്നു. പ്രത്യേകിച്ചും സ്റ്റാലിൻ അതുപോലുള്ള പല നേതാക്കളുടെയും ക്രൂരതകളെക്കുറിച്ചൊക്കെ അതിൽ സംസാരിക്കുന്നു. അധികാരത്തിനും കിട്ടിയ അധികാരം നിലനിർത്താനും സ്വേച്ഛാധിപതികൾ ചെയ്യാൻ മടിക്കുന്ന ഒരു പാതകവും മനുഷ്യൻ ഇന്നോളം കണ്ടുപിടിച്ചിട്ടില്ല. അത് വാസ്തവമാണ്. തുടർന്ന് ഞാൻ നേരത്തെ വായിച്ച വരികളൊക്കെയാണ്. ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ചൈനയും കൂടി ഉൾപ്പെടുത്തണമായിരുന്നു. കുറച്ചും കൂടി സ്വാർത്ഥ താല്പര്യങ്ങൾ ഒഴിവാക്കണമായിരുന്നു. ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ സ്വാഭാവികമായി ഉൾക്കൊള്ളാൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എന്നതുകൊണ്ട് മാത്രം ഭാരതീയ സംസ്കാരം സ്വായത്തമാകില്ല. പ്രധാനമന്ത്രിക്കടക്കം വ്യത്യസ്ത ചിന്തകളെ, ദർശനങ്ങളെ എന്നും സ്വീകരിക്കുന്ന ഭാരതത്തിൻ്റെ ഉന്നതമായ ബഹുസ്വരതയുടെ സംസ്കാരം പലർക്കും ഇല്ല എന്നൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഭാരതീയ സംസ്കാരത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ മനസ്സിലാക്കാൻ പലർക്കും പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അല്ല, അപ്പോൾ സൂക്ഷ്മാംശങ്ങളെ മനസ്സിലാക്കുന്ന കൂടി തന്നെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഔന്നത്യമുണ്ട്. ഇപ്പോൾ ഇപ്പോഴും നോക്കിക്കോ, ഏതെങ്കിലും മതപ്രചരണത്തിന് വേണ്ടി, ഹിന്ദു മതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യയിലെ ഏതെങ്കിലും രാജാവ് യുദ്ധത്തിന് പോയിട്ടുണ്ടോ? ഏതെങ്കിലും രാജാവ് ഹിന്ദുമതം പ്രചരിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടോ? അങ്ങനെയാണ് ചോള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ട് മാറിയേനെ. ഏറ്റവും ശക്തമായ രാജ്യമായിരുന്നു അന്ന്. മതപ്രചരണമായിരുന്നില്ല. വസ്തു, ഭൂമി ഇതൊക്കെ സ്വന്തമാക്കാൻ നോക്കിയിട്ടുണ്ട്, യുദ്ധം കൊണ്ട് നോക്കിയിട്ടുണ്ട്, കീഴടക്കാൻ നോക്കിയിട്ടുണ്ട്. മറിച്ച് മതപ്രചരണമായിരുന്നില്ല. ഇവിടെ പിന്നെ രണ്ടാമത്തെ കാഴ്ചക്കാട്, നമ്മൾ പരമമായ ജീവിത ലക്ഷ്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ ഹിന്ദുമതം പഠിപ്പിക്കുന്നത് മോക്ഷമാണ്, മോക്ഷപ്രാപ്തിയാണ് പരമമായ ജീവിത ലക്ഷ്യം. വേണ്ട എന്ന് വയ്ക്കുന്നതിലാണ് നമ്മുടെ മഹത്വം. വേണമെന്ന് പറയുന്നതിലല്ല, വേണ്ട ത്യജിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സഹന സമരം എന്നുള്ള ഗാന്ധിയുടെ ഇതുപോലും ത്യജിക്കലിൻ്റെയാണ്. ആ ഒരു സഹന സമരം കാഴ്ചപ്പാടിൽ വളർന്നു വന്ന ഒരു കൾച്ചർ നമുക്കിവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് പലരുണ്ട്. പഴയകാലത്ത് ഋഷിമാരെ തൊട്ട് മഹാത്മാഗാന്ധി തൊട്ട് ശ്രീനാരായണ ഗുരു വരെ ഇത്തരം കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കി തന്നവരാണ്. മോക്ഷമാണ് ഏറ്റവും റഷ്യക്കും ഉണ്ടായിരുന്നു, ടോൾസ്റ്റോയെ പോലുള്ളവരുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇത് മുഴുവൻ രവീന്ദ്രനാഥ് ടാഗോർ, ഇന്ത്യയിലെ രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ഓരോ കാലത്തും വരുന്ന ഭരണാധികാരികൾ അതെടുത്തു പറയുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ പാർട്ടിയുടെ നന്മയുടെ അംശങ്ങളെ, ആ സംഘടനയുടെ, ആ സമൂഹത്തിൻ്റെ നന്മയുടെ അംശങ്ങളെ നശിപ്പിക്കും. ആ നാശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴും ആവർത്തിച്ചെന്ന് പറയുന്നു, സ്റ്റാലിനാണ് ചെങ്കിസ് ഖാനേക്കാൾ ക്രൂരൻ. അല്ല, ഇവർക്ക് ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് എന്താണ് കണ്ടുപഠിക്കാനുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിൽ. അന്യൻ്റെ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, നമുക്കുള്ളത് വേണ്ടാന്ന് വെക്കാനുള്ള മനസ്സ്. രണ്ട് കാര്യങ്ങൾ ഒരേ സമയം വേണം. നിങ്ങളുടെ എതിർ ആളുടെ അല്ലെ മറുവശത്തുള്ളവൻ്റെ കയ്യിലുള്ളത് വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. രണ്ട്, അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൈവശമുള്ളത് മറുവശത്ത് നിൽക്കുന്നതിന് കൊടുക്കാനുള്ള സമയം. രണ്ടും ഒരേ സമയം വേണം, കൊടുക്കാനും വേണം. അല്ലാതെ നേരി ഇതല്ല, എല്ലാം കിട്ടിയാലും ഇതല്ല എന്ന് പറഞ്ഞു നടക്കുന്ന സംസ്കാരമല്ല നമ്മുടേത്. വേണ്ട ത്യജിക്കുന്നതിലാണ് മഹത്വം. എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ മഹാഭാരത യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് ധർമ്മപുത്രർക്ക് എങ്ങോട്ടാണ് പോയത്? എല്ലാം ത്യജിച്ച് പോവാണ്. പിടിച്ചെടുത്ത രാജ്യങ്ങൾ ഉപേക്ഷിച്ചില്ലേ? കൃഷ്ണൻ ഉപേക്ഷിച്ചു. അടിസ്ഥാനപരമായിട്ട് അത് ശാന്തിയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്, മോക്ഷം, യുദ്ധമല്ല. അപ്പം തീർച്ചയായിട്ടും നല്ല അറിവുള്ള, വിവരമുള്ള, ക്രൂരതയൊന്നും ഇല്ലാത്ത ഭരണാധികാരികൾ നമ്മളെയൊക്കെ ഭരിക്കട്ടെ എന്ന് വിചാരിക്കും, പ്രാർത്ഥിക്കാം. പക്ഷേ പ്രതീക്ഷയില്ല. ഇവിടെ ഇന്ത്യ പിന്തുടരുന്ന
സമാധാനത്തിൻ്റെ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു പോളിസിയുണ്ട്. അത് നമ്മുടെ തലമുറകളായുള്ള സംസ്കാരത്തിൽ നിന്നും സമന്വയിപ്പിച്ചെടുത്തതാണ്. പക്ഷേ ഇതിഷ്ടപ്പെടാത്ത വേറൊരു മറുവശമുണ്ട്. ആ മറുവശം എന്ന് പറയുന്നത് ഇവിടുത്തെ ആയുധ നിർമ്മാണ ജോലിക്കാരാണ്. ആയുധ നിർമ്മാണ ജോലി എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ആയുധ നിർമ്മാണം യുദ്ധത്തിന് വേണ്ടിയാണ് ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ, പരസ്പര സംഘടനത്തിന് വേണ്ടിയാണ് ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നതെങ്കിൽ, ഇന്ന് അതിന് രൂപമാറ്റം വന്നിട്ട് ആയുധങ്ങൾ വിൽക്കാൻ വേണ്ടി യുദ്ധത്തിലേക്കെത്തിയ ഗതികെട്ട ഒരവസ്ഥയിലാണ് ലോക സാമ്രാജ്യം, ലോക സംസ്കാരം നിൽക്കുന്നത്. അവിടെ നേരിയ പ്രതീക്ഷയെങ്കിൽ നൽകാൻ പ്രഗത്ഭനായ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ വേണം. മോഡിക്ക് എത്രമാത്രം പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ മോഡി അതിന് ശ്രമിച്ചാൽ മോഡി ഏത് സമയത്തും മോഡിയെ വഴി ഇല്ലാതാക്കാൻ അവർ തയ്യാറാവും. എങ്ങനെ ശ്രമിച്ചാൽ? ഈ യുദ്ധത്തെ ഒഴിവാക്കാനായിട്ടാണ് മോഡി ശ്രമിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഇറാൻ ഇസ്രായേലായി, ആ കൂട്ടത്തിൽ അമേരിക്കയും കൂടെ ചേർന്നു, ഗൾഫ് രാജ്യങ്ങൾ ചേർന്നു. അപ്പോൾ എത്ര കോടാനുകോടി രൂപയുടെ ഡോളറുകളുടെ കണക്കിന് ആയുധം വയ്ക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഇത് നിർത്താൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ മോഡിയായിരിക്കും അതിന് ഇപ്പോൾ തൽക്കാലം പാകിസ്ഥാനിൻ്റെ പാത്രം. അതായത് താങ്കൾ പറഞ്ഞു വരുന്നതാണ്, യുദ്ധ വെറിയന്മാരായിട്ടുള്ള, വെറുപ്പ് താങ്ങികളായിട്ടുള്ള, വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരായിട്ടുള്ള പല ലോക നേതാക്കളും ഇവരെ നേർവഴി കാണിക്കാനായിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ ഫിനിഷ് ചെയ്ത് കളയുക, അയാളെ ഉന്മൂലനം ചെയ്ത് കളയുക എന്നുള്ളതാണ്. അതിപ്പോ മോഡി ആണെങ്കിൽ മോദിയെ പോലും ഉന്മൂലനം ഇറാൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ മോഡി അതിനെതിരായി നിൽക്കുന്നു എന്ന് തോന്നിക്കുക, ആയുധ കച്ചവടത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മോദിയെയും മോഡി വിൽ ബി നോ മോർ.